ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് അതുപോലെ ചോക്ലേറ്റ് കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കമൻ്റായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ അതാ ഞാൻ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുത്തത് കണ്ടല്ലോ, ഇത് നല്ല ഡാർക്ക് കളറിലുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഇതിൽ മുകൾ ഭാഗം കുറച്ചും കൂടെ ഒരു ലൈറ്റ് കളറിലും നമുക്ക് കേക്ക് കിട്ടാറുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓവനിൽ വെക്കുമ്പോൾ നമുക്ക് മുകൾ ഭാഗം ഇതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. ആ ഒരു സമയത്ത് നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊരു ലൈറ്റ് കളറായിട്ട് കിട്ടും. പക്ഷേ ഉൾഭാഗത്തൊക്കെ നല്ല ബ്ലാക്ക് കളറിൽ തന്നെയാണ് ഉണ്ടാവുക. എന്നാലും എനിക്ക് തോന്നുന്നത് ഓവനില്ലാതെ ബേക്ക് ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഡാർക്ക് കളറിൽ കിട്ടുന്നത് എന്നാണ് കേട്ടോ. അപ്പോൾ ഓവനിലും കിട്ടുന്നുണ്ട്, പക്ഷേ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓവനില്ലാതെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു കേക്കാണ്. പിന്നെ പ്രധാനമായിട്ട് ചോദിച്ചിട്ടുള്ളത് ഏത് കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കൊക്കോ പൗഡർ ഏതാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പല ബ്രാൻഡിലുള്ള കൊക്കോ പൗഡറും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ചിലപ്പോൾ ഡാർക്ക് കളർ കൊക്കോ പൗഡർ എന്ന് എഴുതിയാൽ പോലും അതിൽ ചിലപ്പം അത്രയ്ക്ക് അങ്ങനെ ഡാർക്ക് കളറ് നമ്മളത് പൊട്ടിച്ച് നോക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മാവിൽ മിക്സ് ചെയ്ത് നോക്കുന്ന സമയത്തോ കിട്ടാറില്ല. അപ്പോൾ ഞാൻ ഉപയോഗിച്ച് നോക്കിയതിൽ വെച്ച് എനിക്ക് ഏറ്റവും കേക്കിന് നല്ല ഡാർക്ക് കളർ കിട്ടിയിട്ടുള്ള കൊക്കോ പൗഡർ ഈ ഒരു കൊക്കോ പൗഡറാണ് കേട്ടോ. ബേക്കർ ക്രാഫ്റ്റിൻ്റെ ഡാർക്ക് കളറിലുള്ള കൊക്കോ പൗഡറാണ്. ഈ കൊക്കോ പൗഡർ തന്നെ ബേക്കർ ക്രാഫ്റ്റിൻ്റെ കൊക്കോ പൗഡർ തന്നെ സെയിം പാക്കിൽ നമുക്ക് ലൈറ്റ് കളറിലും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ അത് നോക്കിയിട്ട് വാങ്ങണം കേട്ടോ. ഡാർക്ക് കളറിൽ ശരിക്കും ഡാർക്ക് കളറിൽ നിന്ന് തന്നെ എഴുതിയിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 80 ഗ്രാമിന് 120 രൂപയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡാർക്ക് കളർ കിട്ടുന്നുണ്ട് ഈ ഒരു കേക്കിന്. അപ്പോൾ നമ്മൾ 1 കിലോഗ്രാമിൻ്റെ കേക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ 3/4 കപ്പ് മൈദയും 1/4 കപ്പ് ഈ ഒരു കൊക്കോ പൗഡറും ചേർത്താൽ അത്യാവശ്യം നല്ല ഡാർക്ക് കളർ തന്നെ കേക്കിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കൊക്കോ പൗഡറിൻ്റെ കളറൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഈ ഒരു കളറല്ല കേട്ടോ, ഇത് ലൈറ്റിൽ കുറച്ചും കൂടെ ലൈറ്റ് കളറായിട്ടാണ് തോന്നുന്നത്. ഇതിനേക്കാളും കുറച്ചും കൂടെ ഒരു ഡാർക്ക് കളറിലുള്ള കൊക്കോ പൗഡറാണ് കേട്ടോ ഇതുള്ളത്. അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ലൈറ്റിൻ്റെ കളറിലാണ് ഇത്രയും ലൈറ്റ് കളറായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൊക്കോ പൗഡർ ചേർത്തിട്ട് മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണിത്. അപ്പോൾ ഇത് ബേക്കായി വന്നപ്പോഴൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡാർക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല മഴ പെയ്യുന്ന സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. അപ്പോൾ സൗണ്ട് ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇനിയും പുതിയ റെസിപ്പികളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്